ഇന്നിപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, രാവിലെ എണീച്ചിട്ട് സിനിമയ്ക്ക് റിലീസായിട്ടുണ്ട്, ലാലേട്ടൻ്റെ പടം കാണണം, നിവിൻ പോളിൻ്റെ പടം കാണണം എന്നൊക്കെ പറഞ്ഞ് എണീച്ച് കുറച്ച് വൈകിന്ന് എണീച്ചപ്പോൾ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്നുള്ളത് അറിയാമല്ലോ, ആളുകൾ നമുക്ക് സെൻഡ് ചെയ്തിടും ഇന്നത്തെ കറണ്ട് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത്. നോക്കുമ്പോൾ ഈ ഉപ്പും മുളകും ഫെയിം, തട്ടിയും മുട്ടിയും ഫെയിമായ നടൻ സിദ്ധാർത്ഥ് പ്രഭു, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെ അവസ്ഥയാണ് ഇന്നലെ രാത്രി. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരിക്കണം ആളടിച്ച് പൂസായി വാഹനം കൊണ്ടുപോയി വഴിയിലൂടെ പോയിരുന്ന ഒരു ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയെ ഇടിച്ചു. അതിനുശേഷം നിർത്താതെ 2-3 കാറുകളിൽ വീണ്ടും ഇടിച്ചു എന്നുള്ളതൊക്കെയാണ് ആ പരിസരത്തുള്ള ആളുകൾ വീഡിയോസ് ഷെയർ ചെയ്തെന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉപ്പുമുളകും സീരിയലിലെ സിദ്ധാർത്ഥ് ഓടിച്ച വാഹനം ഇടിച്ച് കാൽനട യാത്രക്കാരന് പരിക്ക്. ചോദ്യം ചെയ്ത നാട്ടുകാരെയും തടയാനെത്തിയ പോലീസിനെയും ആക്രമിച്ച താരത്തെ ബലപ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് ചിങ്ങവനം പോലീസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. ഞാൻ ഈ വിഷ്വൽസ് എവിടെയും സൗണ്ടിൽ വെക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറേ ഇങ്ങനെ അങ്ങനത്തെ അലർച്ചയും ഒച്ചയും വിളിയൊക്കെ കാര്യങ്ങളൊക്കെയാണ്. വിഷ്വൽസൊക്കെ എല്ലാവരും കണ്ടു കാണും, ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട്, ഞാൻ സൗണ്ടിൽ വെക്കുന്നില്ല എന്നേ ഉള്ളൂ. ന്യൂസ് ഒന്ന് നോക്കാം. ഈ പരിക്കേറ്റ ലോട്ടറി വിൽപ്പനക്കാരൻ നിലവിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് കാര്യമായ പ്രശ്നങ്ങളില്ല എന്നൊരു വിവരമാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ആശുപത്രിയിൽ നിന്നും അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ അവിടെ കൂടിയ നാട്ടുകാർ ആദ്യം കോട്ടയം ജനറൽ ആശുപത്രിയിലും പിന്നീട് അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ഈ ലോട്ടറി വിൽപ്പനക്കാരനായ ആളെ മാറ്റിയിരുന്നു. സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രിയിലാണ്. കാൽനട യാത്രയായി നടന്നു പോവുകയായിരുന്നു, റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു ഈ ലോട്ടറി വിൽപ്പനക്കാരൻ. ഈ സമയത്താണ് സിദ്ധാർത്ഥ് ഓടിച്ച വാഹനം അമിത വേഗത്തിലെത്തി ഈ ലോട്ടറി വിൽപ്പനക്കാരനെ ഇടിച്ച് താഴെയിടുന്നത്. അതിനുശേഷം ഇയാൾ വാഹനം അവിടെ നിർത്തി. നാട്ടുകാരെത്തി ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്താണ് ഈ പരിക്കേറ്റ ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തുന്നതിനിടയിലാണ് സിദ്ധാർത്ഥ് വാഹനത്തിൽ നിന്നിറങ്ങി നാട്ടുകാരോടക്കം കയർത്ത് സംസാരിക്കുകയും അവർക്ക് നേരെ അസഭ്യവർഷം ചൊരിയുന്ന ഒരു സ്ഥിതിയൊക്കെ തന്നെ ഉണ്ടായത്. പൂർണ്ണമായും മദ്യലഹരിയിലായിരുന്നു, ഒട്ടും തന്നെ ബോധമില്ലാത്ത ഒരു സ്ഥിതിയിൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. ദൃശ്യങ്ങളടക്കം പുറത്തു വരുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നതും അതുതന്നെയാണ്. അതേ രീതിയിൽ നാട്ടുകാരോട് വളരെ മോശമായ രീതിയിൽ സിദ്ധാർത്ഥ് ഇടപെടുന്നു. ഇതിന് പിന്നാലെ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. ചിങ്ങവനം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ പിടികൂടാനൊരു ശ്രമം നടത്തുന്ന സമയത്ത് പോലീസിന് നേരെ വലിയ തോതിൽ ഇയാൾ തട്ടിക്കയറുകയും തർക്കിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. റോഡിൽ ഏറെ നേരം അപകടമുണ്ടാക്കിയതിനു ശേഷം റോഡിൽ കടന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറാനോ അല്ലെങ്കിൽ ഇവർ പിടിച്ചു മാറ്റുമ്പോൾ വാഹനത്തിലേക്ക് കയറാനോ ഒന്നും തയ്യാറാകാതെ ഒരു അക്രമാസക്തനാകുന്ന രീതിയിലേക്ക് വല്ലാത്തൊരു തരത്തിലേക്ക് ഒരു അന്തരീക്ഷം അവർ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് സിദ്ധാർത്ഥ് തയ്യാറായിട്ടുള്ളത്. പിന്നീട് ചിങ്ങവനം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിൽ ജീപ്പിൽ കയറാൻ ആവശ്യപ്പെടുമ്പോഴും ജീപ്പിൽ കയറാനും തയ്യാറായില്ല. ആ പോലീസിനോട് ബലം പ്രയോഗിച്ച് പോലീസിനെ എതിർക്കുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു. പിന്നീട് ബലം പ്രയോഗിച്ചാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത്. നിലവിൽ ഇപ്പോൾ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലാണ് സിദ്ധാർത്ഥ് ഉള്ളത്. മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച വകുപ്പുകളടക്കം ചുമത്തിയിട്ടുണ്ട്. ആശുപത്രിയിലുള്ള ആളുടെ ആരോഗ്യനില വിവരം അറിയുന്നത് കൂടി മറ്റ് നടപടിയിലേക്ക് കടക്കും. ഏതായാലും നിലവിൽ ഇപ്പോഴും അയാൾ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഒരു യങ് ആക്ടറോ അല്ലെങ്കിൽ ആക്ട്രസ് ഒക്കെ ആകുമ്പോൾ ഒരു യങ് സെലിബ്രിറ്റി ആകുമ്പോൾ നാണവും മാനവും പോകാൻ ഇതിലും വലിയൊരു സിറ്റുവേഷൻ ഇല്ലടേ. നമ്മൾ തന്നെ സ്വയം വിചാരിക്കണം, മനസ്സിലായോ? നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. നമ്മൾ 10 പേര് അറിയുന്ന രീതിയിൽ ഒരാളായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളതും നമ്മൾ സൊസൈറ്റിക്ക് ഒരു മാതൃകയായിട്ട് നടക്കുക എന്നുള്ളതും. വെള്ളം അടിച്ചോ, വീട്ടിൽ കൊണ്ടുപോയി അടിച്ചോ, അല്ലെങ്കിൽ റൂം എടുത്ത് എവിടെയെങ്കിലും അടിച്ച് കിടന്നോ, അത് പറ്റില്ലേ. ഈ ബാറുകളുണ്ട്, അവിടെ അടിച്ച് ഓഫായി കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ പോയിക്കോ എണീച്ച്, അങ്ങനെയും ചെയ്യും. ഇല്ലെങ്കിൽ ഫ്രണ്ട് ഏതെങ്കിലും വെള്ളം അടിക്കാത്തൊരു ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടോ, ലോട്ട് ഓഫ് വഴികളുണ്ട് ഇതിന്. പക്ഷെ അതൊന്നും അല്ല, അടിച്ച് ബൂസായി ഞാൻ ഹീറോ ആണ്, ഞാൻ രാജാവാണ് എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ഒന്ന് പിന്നെന്താ പറയുക, ഈ പറഞ്ഞ പോലെ സ്വയം എന്ത് വേണം, ഞാൻ 10 ആളറിയുന്നൊരു വ്യക്തിയാണ്, ഞാനൊരു ബാലതാരം എന്നുള്ള നിലയിൽ മിനി സ്ക്രീനിൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് സിനിമ വരെ എത്തി, ഇപ്പോഴും റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല ഷോകളുടെയും തട്ടിമുട്ടിയും ആയി, പിന്നെ ഉപ്പുമുളകുമായി. ഇപ്പോൾ ഉപ്പുമുളകിലും റീസെൻ്റ്ലി ചങ്ങായി കംബാക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, സിനിമയേക്കാൾ കൂടുതൽ മിനി സ്ക്രീൻ എന്ന് പറയുമ്പോൾ അറിയാലോ, കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഈ ചങ്ങായി ഭയങ്കര ആക്സെപ്റ്റൻസ് ഉള്ള ഒരാളാണ്, അങ്ങനത്തെ ഷോയിലാണ് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇതേ രീതിയിൽ മദ്യപിച്ച് ഇറസ്പോൺസിബിളായിട്ട് ഇങ്ങനത്തെ ഒരു ആക്ട് കാണിക്കുമ്പോൾ സത്യത്തിൽ ആ പയ്യനോട് ഭയങ്കര സഹതാപവും സങ്കടവുമാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ തുറന്ന് വെച്ചിരിക്കുകയല്ലേ, സർക്കാരിന് കാശുണ്ടാക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ലാത്ത പോലെയാണ് അങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ചെയ്ത പ്രവൃത്തി സ്വയം കർമ്മ സ്വന്തം അനുഭവിക്കുക. കമൻറ്റ് ബോക്സിലൊക്കെ വൻ രീതിയിലുള്ള ഊക്കാണ്. മദ്യമാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് നാട്ടുകാരെന്താണെന്നുണ്ടെങ്കിലും കൊലത്തൂക്ക് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് കാണുന്ന ഈ വിഷ്വൽ കാണുന്ന കൂട്ടത്തിൽ 1-2 വിഷ്വൽസ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഞാൻ ശബ്ദം വയ്ക്കുന്നില്ല.
ചെങ്ങാതി ഓക്കെ ഒരാളെ ഇടിച്ചിട്ടു, പിന്നെ 2-3 വണ്ടിയുമ്പോൾ പോയി തട്ടി, എല്ലാം സംഭവിച്ചു. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ആൾക്കൂട്ട ആക്രമണത്തിൽ ഒരാൾ മരണപ്പെട്ടത്. ആ സംഭവം ഇതുമായിട്ട് ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്ത് സംസാരിക്കുന്നതല്ല കേട്ടോ. പക്ഷേ ഇവിടെ സിദ്ധാർത്ഥിനെ നാട്ടുകാർ ഹാൻഡിൽ ചെയ്ത്, സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെ കയ്യും കാലും കെട്ടുന്നു, കഴുത്തിലൊരാൾ കയറിട്ട് മുറുക്കാൻ നോക്കുന്നു. ഓക്കെ, അപ്പം ആ ഉള്ളൊരു പ്രൊവോക്കേഷൻ്റെ മുകളിൽ, അത് മദ്യപിച്ച് വന്ന ആൾ ഇടിച്ചിട്ടിട്ട് രക്ഷിക്കാൻ വന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വന്ന നാട്ടുകാരെ തന്തയ്ക്കും തളയ്ക്കും വിളിക്കുന്നോടാ എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കും നാട്ടുകാർ ഇത് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പാടും. കഴുത്തിൽ കയറിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു വള്ളി ഇട്ടിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി മദ്യലഹരിയിലുള്ള ഒരാൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലഹരി അവസ്ഥയിലുള്ള ഒരാളെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾ തട്ടിപ്പോകൂടെ. പിന്നെ അതിന് നാളെ ഉത്തരം പറയാൻ നടക്കണം. ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈ വിഷ്വൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ വ്യക്തിക്കെതിരെ കേസ് എടുക്കണം, അല്ലെങ്കിൽ കേസ് എടുക്കണം തന്നെ ഞാൻ പറയുന്നത്. കാരണം ഇതല്ല, മനസ്സിലായോ? പോലീസുകാർ വന്നു കഴിഞ്ഞാൽ പോലീസുകാർക്ക് അറിയാം എങ്ങനെയാണ് ഒരാളെ ഹാൻഡിൽ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് പോലീസ് വരുന്നവരെങ്കിലും അയാളെ ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ ഒരാളെ പിടിച്ചു വെക്കാൻ പാടൊന്നുമില്ല. ഒരാളെ പിടിച്ചു വെക്കാൻ അവിടെ കത്തി കാണിക്കണം, കഴുത്തിൽ കയറണം, അല്ലെങ്കിൽ കയ്യും കാലും കെട്ടണം എന്നൊന്നും ഇല്ലല്ലോ. ഒരു കൂട്ടം നാട്ടുകാരുണ്ട്. അതും മദ്യലഹരിയുള്ള ഒരാൾക്ക് വലിയ അത്രയ്ക്ക് അക്രമാസക്തനാവാൻ മാത്രം. കാരണം നാവ് ചിലപ്പോൾ അക്രമം വിളിച്ചു പറയുന്നല്ലാതെ കയ്യും കാലൊക്കെ അനങ്ങാൻ ഭയങ്കര പാടാണ്. സിദ്ധാർത്ഥിൻ്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ചേങ്ങായി ആകെ കൊഞ്ചായി കിടക്കുന്ന ഒരുത്ത് എന്ത് കാണിക്കുക. അപ്പോൾ വലിച്ച് സൈഡിൽ കൊണ്ടുപോയി ഇടുക, അവിടെ 4 ആൾ ഇരിക്കുക, തെറിയോ എന്തോ പുകിലോ വിളിച്ച് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുക. പോലീസ് വരുമ്പോൾ എടുത്ത് കൈ കൊടുക്കുക. അല്ലാത്ത പക്ഷം കയ്യും കാലും കെട്ടി കഴുത്തിൽ കെട്ടിടാന്ന് നോക്കി ലാസ്റ്റ് ഈ ചെങ്ങായിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ പോയി അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ പോയി എന്ന് പറഞ്ഞിട്ട് അടുത്തവും പിടിച്ച് അകത്തിടും. അതിൽ സംഭവിക്കുക. പിന്നെ ഈ കഴുത്ത് കെട്ടിയവന് ഒന്നും ഒരു തരത്തിലും കഴുത്തിൽ ഈ കയറിട്ടൊന്നും ന്യായീകരിക്കാൻ പറ്റില്ല കേട്ടോ. എന്ത് പ്രൊവോക്കേഷനും മുകളിൽ ചെയ്തതാണെങ്കിലും ചെയ്തത് ശുദ്ധ വൃത്തികേടാണ്. നാളെ ഇവനെതിരെ കേസ് വരാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെയല്ല ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെങ്ങനെ സൊസൈറ്റിയിൽ നടക്കണം, അല്ലെങ്കിൽ നമ്മളെങ്ങനെ സൊസൈറ്റിയുടെ മുന്നിൽ പ്രൊജക്റ്റ് ആവണം സ്വയം എന്നുള്ളത് തിരിച്ചറിയാത്ത പക്ഷം ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാറും. അതിനിപ്പോൾ വീട്ടുകാർ നാറും, കുടുംബം നാറും, ഇവൻ സ്വയം നാറും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാറേണ്ടത് എന്തായാലും നാറും. അവനെ കാണിച്ചു കൂട്ടിയ പരിപാടിയാണല്ലോ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സർക്കാർ വിൽക്കുന്നത് കൊണ്ടല്ലേ, സർക്കാർ വിൽക്കും. സർക്കാർ നാണമെന്നല്ല, ഇത് വിറ്റിട്ടേ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ അത് വിൽക്കും. അത് വിറ്റ സാധനം എവിടെന്നെങ്കിലും അടിച്ചിട്ട് അവിടെ കൊഞ്ചാണം, അടിച്ചാൽ വയറ്റിൽ കിടക്കണം എന്ന് പറയില്ല. റോട്ടിൽ കിടക്കരുത്, റോട്ടിൽ കിടന്നാൽ നാണമാനം പോവും. ഇതേപോലെ നാട്ടുകാർ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്നും അല്ലെങ്കിൽ ഇനി കാണുന്നിടത്തൊക്കെ ഇനി ഒന്ന് ആലോചിച്ച് ഈ ചെക്കൻ്റെ അവസ്ഥ. ഇനി ഏതൊക്കെ ചെയ്താലും ലാസ്റ്റ് അടിച്ചെന്ന് റോട്ടിൽ കിടന്നല്ല എൻ്റെ ഷോ ഞങ്ങൾ കണ്ടല്ല ചോദ്യം ഇനി കാലാകാലം കേൾക്കേണ്ടി വരും. അതിൻ്റെ വല്ല കാര്യമുണ്ടോ? ഇതിൻ്റെയൊക്കെ പുറമെ ഞാൻ നോക്കുമ്പോൾ നമ്മൾ നമ്പർ 18 ഹോട്ടലിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്ത് അതിൽ അനൂസ് ഫുട്ബോളിൻ്റെ വീഡിയോ നമ്മൾ വെച്ചിരുന്നു. ഓക്കെ, അവരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2021 അവർക്ക് നമ്പർ 18 ഹോട്ടലിൽ വെച്ചുണ്ടായ ദുരനുഭവം, അവരവിടെ കണ്ട പേടിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന ലഹരിയുടെ കാഴ്ചകളൊക്കെ അവരെവിടെയും പുറത്ത് വിട്ടിട്ടില്ല, ഒരു സെലിബ്രിറ്റിയുടെ ഫേസും പുറത്ത് കാണിച്ചിട്ടില്ല എന്നൊക്കെ അവരന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മോനെ, ശരിക്കും എന്നെ ചേച്ചിക്ക് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. നീ ഓർക്കുന്നുണ്ടോ 2021 ഒക്ടോബർ 21 കൊച്ചിൻ നമ്പർ 18 ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു. ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വ്ളോഗിങ് വീഡിയോൻ്റെ ഇടയിൽ കുറേ നീ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയൊക്കെ അറിഞ്ഞും 2 പേര് മരണപ്പെട്ടപ്പോഴും ഇത് ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്ത സമയത്ത് ഇത് ചാനലുകാരെ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ചേച്ചി എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ. നീ മാത്രമൊന്നുമല്ല, മുൻനിര നായികമാരും ചെറിയ പിള്ളേർ നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടു, ചേച്ചി ഞങ്ങൾ ഇതിനകത്ത് വലിച്ചഴക്കല്ലേ, ഞങ്ങളൊക്കെ അവിടെ പെട്ടുപോയതാണ്. ആ വാക്ക് അന്നൊക്കെ ചാനലുകാർ എന്നോട് ചോദിച്ചു, ഈ മുൻനിര നടന്മാരെ റിവീൽ ചെയ്തൂടെ, പേര് പറഞ്ഞൂടെ, എനിക്ക് വേണ്ടി ഇതൊക്കെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാം. പക്ഷെ ഈ 2025 ഡിസംബർ 25 ക്രിസ്മസ് ആണ്. ഞാൻ ഈ ദിവസം വരെയും ആ വാക്ക് പാലിച്ചു. പക്ഷെ നീ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി ഇതിൻ്റെ ഒന്നും പുറകെ പോവില്ല ചേച്ചി, ഞാൻ നന്നായിക്കോളാം. എന്താ മോനെ അവസ്ഥ? ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല, ഇത് വൻനിരയിൽ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന വൻ മാഫിയകളെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ലജ്ജ തോന്നുന്നു. ഇനി അന്നച്ചേച്ചി ഇതിൻ്റെ പുറകിലില്ല. അന്നച്ചേച്ചിക്ക് അന്നച്ചേച്ചിൻ്റെ കുടുംബ സമാധാനമാണ് വലുത്. താങ്ക് യു. ഓക്കെ, അപ്പോൾ അന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഇവർ ഇപ്പോൾ സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെ എനിക്ക് തോന്നുന്നത് ആ ടൈമിൽ ഇവർ നമ്പർ 18 പോയ ടൈമിലെടുത്ത ഫോട്ടോ ആണ് ഒരു സൈഡിൽ വെച്ച് തന്നിട്ടുണ്ട്. അത് ഇവരെ ക്ലിയർ ആയിട്ട് ഈ പയ്യനെ അടക്കം പലരെയും കണ്ടു എന്നുള്ളത് ഇപ്പോൾ റിവീൽ ചെയ്തു ഇവൻ്റെ പേര്.
ഇവന് അടിച്ച് കൊഞ്ചായി നിലത്ത് കിടന്ന് സീനാക്കുന്നത് കണ്ടപ്പോൾ അവരിപ്പോൾ അത് റിവീൽ ചെയ്ത് വിട്ടു. ശരിക്കും ഇവനിപ്പോൾ ഈ വെള്ളമടിച്ച് റോട്ടിൽ കിടന്നുണ്ടാക്കിയ അലമ്പിനേക്കാൾ വലിയ വള്ളിയാണ് ഇവരിപ്പോൾ ഈ പറഞ്ഞു വെച്ചിട്ടുള്ളത്. കാരണം നാളെ അതിന് ഉത്തരം പറയേണ്ടി വരും. കാരണം ലഹരി പാർട്ടി, ഇപ്പം നമ്മളൊക്കെ പാർട്ടിക്ക് പോകാറുണ്ട്, എല്ലായിടത്തും ലഹരി ഉണ്ട്, ഈ പറഞ്ഞ മദ്യമുണ്ട്. മദ്യത്തിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ. അങ്ങനെയൊക്കെ പോയി പെട്ടതാണോ എന്നുള്ളതും അറിയാൻ പാടില്ലടേ. ഇപ്പം ഞാൻ അത്യാവശ്യം പാർട്ടീസൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പോകാറുണ്ട്, സ്നേഹ പോകാറുണ്ട്, നമ്മളൊക്കെ പോകാറുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ മദ്യപിക്കാറില്ല. അവിടെ പോകും, വൈബ് ആസ്വദിക്കും, തിരിച്ചു വരും, ഫുഡ് അടിക്കും. ഇതാണ് നമ്മളെ സ്കീം. പക്ഷെ അവിടെ വെച്ച് നാളെ ആരെങ്കിലും അതിൻ്റെ പിന്നിലൊരു ലഹരി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ റെസ്പോൺസിബിളാണ്. നാളെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരും, ഞാൻ ഉത്തരം കൊടുക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരും എന്നുള്ളത് അറിയാം നമുക്ക്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ പാർട്ടിയൊക്കെ എൻജോയ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. ഇനി നീ ഏത് രീതിക്ക് അവിടെ പോയെന്നുള്ളത് നമുക്കറിയില്ല. നീ അന്ന് അടിച്ചിട്ടുണ്ടായിരുന്നോ, മദ്യപാനമായിരുന്നോ, അതോ നമ്പർ 18 ഹോട്ടലിൽ മോഡൽസ് മരിച്ച സംഭവമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആ ഒരു നമ്പർ 18 ഹോട്ടലുമായിട്ട് ചുറ്റിപ്പറ്റി ലഹരിയുടെ വൻ കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോ ഇതിനൊക്കെ ഒരു ചോദ്യചിഹ്നത്തിലേക്കാണ് സത്യത്തിൽ നീ പോയി നിൽക്കുന്നത് ഇപ്പോൾ അന്നയുടെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പം അതിനുള്ള ഉത്തരങ്ങൾ നീ കൊടുക്കോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. ഓക്കെ, സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ഈസ് നോട്ട് റിയാലിറ്റി എന്നുള്ളത് ആദ്യം നാട്ടുകാർ മനസ്സിലാക്കണം. പിന്നെ സ്വയം നമ്മളും മനസ്സിലാക്കണം. നമ്മളൊന്നും വലിയ ഹീറോസൊന്നും അല്ല. വി ആർ ഓൾ നോർമൽ. ഓക്കെ, വെരി നോർമൽ. അതായത് ഇനിയിപ്പോൾ എത്ര എന്താ പറയുക, ഒരു സിനിമ ഫെയിം അല്ലെങ്കിൽ ഒരു സീരിയൽ ഫെയിം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഫെയിം നമ്മളൊക്കെ ഇനി എത്രത്തോളം നമ്മൾ ഞാൻ വലിയ സംഭവമെന്ന് വിചാരിച്ചാൽ ഒന്നും ഒരു ഒപ്പുമില്ല. കാരണം വി ഡോണ്ട് ഹാവ് പൊളിറ്റിക്കൽ പവർ, വി ഡോണ്ട് ഹാവ് മസിൽ പവർ. നമ്മൾ രാഷ്ട്രീയക്കാരനാകുമ്പോൾ നമുക്ക് നാട്ടിലെ രാഷ്ട്രീയം വെച്ചും നാട്ടിലെ നിയമങ്ങൾ വെച്ചും കളിക്കാം. പോലീസുകാർ വരുമ്പോൾ അങ്ങനെ കളിക്കാം. ആ സെലിബ്രിറ്റി പവർ വേറെയാണ്. നിങ്ങളാരും വിചാരിക്കേണ്ട ഈ ആർട്ടിസ്റ്റ് ലെവലിലുള്ളതോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ലെവലിലുള്ള ആരും വിചാരിക്കേണ്ട നമ്മളിങ്ങനെ മനം മറയ്ക്കാൻ പറ്റില്ല, നമ്മൾ സൂപ്പറാണെന്നുള്ളത്. ഒരു കോപ്പുമില്ല. ഇവിടെ രാഷ്ട്രീയക്കാർക്കും മീഡിയക്കാർക്കും, മീഡിയയാണ് ബൈ ദ വേ 24/7 സാറ്റലൈറ്റ് ന്യൂസ് ചാനലുകളുടെ അടക്കം കുറേ ചാനലിലെ റിപ്പോർട്ടേഴ്സ് അടക്കം കുറേ പേർക്ക് അവർക്കൊക്കെ വീണ്ടും നമ്മളെക്കാൾ കൂടുതൽ എന്തുണ്ട്, ദേ ആർ സ്ട്രോങ്ങർ ദാൻ us, ദേ ആർ മോർ പവർഫുൾ ദാൻ us. അവരൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ പല സാധനങ്ങളും കവറപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ന്യൂസൊക്കെ ആയിട്ട് ചിലപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ കേസാവും. പക്ഷെ അത് ഒരു വലിയ ന്യൂസാക്കിയിട്ടൊക്കെ പോകും ചിലപ്പോൾ. മനസ്സിലായോ? ഇപ്പോൾ ഈ ചെക്കൻ്റെ കേസിൽ ഞാൻ പറഞ്ഞില്ലേ, അടിച്ച് കൊഞ്ചാണ്. ഇവരും ന്യായീകരിക്കാനൊന്നുമില്ല. അപ്പോൾ ഈ ഇവരുടെ വീഡിയോയും കൂടി വന്നപ്പോൾ അന്ന എന്ന് പറഞ്ഞ ഇവരുടെ വീഡിയോയും കൂടി വന്നതോട് കൂടിയിട്ട് ഇവൻ ഫ്ലാറ്റാണ്. കുറേ ചോദ്യങ്ങൾ അങ്ങനെ പോകുന്നു. നമ്പർ 18 ഇവൻ എന്ത് ചെയ്തിരുന്നു, പാർട്ടിക്ക് എങ്ങനെ പോയി, ലൈക്ക് കുറേ ചോദ്യം. കാരണം നോർമലി ഒരു വിഷയവും നടക്കാത്ത ഒരു പബ്ബിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു പാർട്ടി വൈബിൽ മാത്രം പോയി വരാവുന്നൊരു സിറ്റുവേഷനോ സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിന്, അല്ലെങ്കിൽ വൺസ് ഇൻ എ വൈൽ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പറയേണ്ട ഉത്തരങ്ങളായിട്ട് ഇപ്പം വരേണ്ട ഒരു അവസ്ഥയ്ക്ക് കാര്യങ്ങൾ മാറുന്നു. അതിലുപരി ഇതേപോലെ അടിച്ച് റോട്ടിൽ കിടന്നു കഴിഞ്ഞാൽ മാനക്കേടും സഹിക്കണം. നാട്ടുകാരോടാണ്. ഇവൻ ഇനി ആർട്ടിസ്റ്റ് ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കിയവരുണ്ട് അതിനകത്ത്. കാരണം എനിക്ക് വീഡിയോ അയച്ചു തന്നതിൽ കുറച്ച് പേര് ആ സ്പോട്ടിലുണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇവൻ ഇന്ന ആർട്ടിസ്റ്റാന്നുള്ളത്. ഉപ്പും മുളകും എല്ലാവർക്കും അറിയുന്നതാണ്. അവിടുന്ന് പറയുന്നുമുണ്ട് ഇവൻ ഉപ്പും മുളക്, എടാ നീ മറ്റേ ഉപ്പും മുളക്. ആ ഓഡിയോയിലുണ്ട്, അത് ആ വീഡിയോൻ്റെ ഓഡിയോയിലുണ്ട്. ഞാൻ ആ ഓഡിയോ കട്ടാക്കി വീഡിയോ വെച്ചോണ്ടാണ്. അതിനകത്ത് അതും പറയുന്നുണ്ട്. അത് അറിഞ്ഞതിന് ശേഷവും എന്നാൽ പിന്നെ ഒരുത്തനെ കൈ കിട്ടിയതല്ലേ ഇവനാ, നീയാണോ നടൻ, എന്നാൽ പിന്നെ നിന്നെ ശരിയാക്കി തരാം എന്നുള്ള രീതിയിൽ അവനെ മാൻ ഹാൻഡിൽ ചെയ്യുന്നതും നല്ല കാര്യമൊന്നുമല്ല. സൊസൈറ്റി ആളുകൾ അങ്ങനെ ചെയ്യുന്നത് ഇറ്റ്സ് എ ബാഡ് തിങ്. ബിക്കോസ് പോലീസുകാരുണ്ട്, ഇവിടെ നിയമവ്യവസ്ഥ ഉണ്ട്. പിന്നെ ഓൾറെഡി ആൾക്കൂട്ട വിചാരണയും കൊലപാതകവും ഒക്കെ നമ്മളെ കണ്ണിൽ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. മദ്യപിച്ച് നിൽക്കുന്ന ഒരാളെ പോയിട്ട് തോണ്ടി ആൾക്കും ചിലപ്പോൾ താഴ്ത്തു കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ നാളെ ഉത്തരം പറയേണ്ട അവസ്ഥ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാതിരിക്കുക. അറ്റ്ലീസ്റ്റ് ഓടിപ്പോവാതിരിക്കാൻ വേണ്ടി പിടിച്ചു വെക്കാം. അതിന് 4 ആൾ പിടിച്ചു വെച്ചാൽ നിൽക്കാവുന്നതേ ഉള്ളൂ. ഒരു മദ്യപിച്ച് കിടക്കുന്ന ഒരാളെ 4 ആൾ പിടിച്ചാൽ നിൽക്കും. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, എന്ത് കാര്യം ഉണ്ടായിരുന്നു ഈ ചെക്കൻ എന്നുള്ള ഫീലിംഗാണ് എനിക്ക് രാവിലെ തോന്നിയത്. ഇപ്പോഴും അതാ തോന്നുന്നത്. ഇനി ഇവൻ എന്തിനൊക്കെ ഉത്തരം പറയണം, എല്ലാ കാര്യം ഉണ്ടായിരുന്നു മോനെ, ഉള്ള വഴിക്കാണ് പോയാൽ പോരായിരുന്നു. ഇപ്പം 100 ചോദ്യങ്ങളെ മുന്നിൽ ഇനിയിപ്പോൾ കെട്ടൊക്കെ ഇറങ്ങി കേസൊക്കെ വിട്ട് വീട്ടിൽ വന്നിരിക്കുമ്പോഴായിരിക്കും ഇനിയിപ്പോൾ ഇതിനൊക്കെ ഞാൻ എന്തുത്തരം പറയും എന്നുള്ളത് ആലോചിച്ച് വെക്കുന്നത്. പിന്നെ തീരാത്ത മായാത്ത അത്രയും ഇനി അങ്ങോട്ടുള്ള സൈബർ സ്പേസിൽ നോക്കിയാൽ മതി കമൻറ്റ് ബോക്സിലൊക്കെ. അത് വേറെ